ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവീസ് അമേസിംഗ് വേൾഡ്. ഇന്ന് നമുക്ക് മാത്സിൻ്റെ ചാപ്റ്റർ 6 ഏരിയയുടെ തേർഡ് പാർട്ട് നോക്കാം. എ നമ്പർ 4 സ്പേസ്. Ravi has 2 cardboard pieces. He is trying to find out which has more space within. നോക്കിക്കേ, രവിയെ കണ്ടോ? രവിയുടെ കയ്യിൽ 2 കാർഡ്ബോർഡിൻ്റെ പീസസ് ഉണ്ട്. ഒരെണ്ണം ഗ്രീൻ കളർ, ഒരെണ്ണം റെഡ് കളർ ഇരിക്കുന്ന കണ്ടില്ലേ? എന്നിട്ട് അവൻ എന്ത് ചെയ്യാനാണ് ശ്രമിക്കുന്നത്? ഇതിനകത്ത് ഏതാണ് വലിപ്പം കൂടുതൽ എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. ഹി പ്ലേസ്ഡ് വൺ അബവ് ദി അതർ. നോക്കിക്കോ, ഒരെണ്ണം എടുത്ത് അതിൻ്റെ മുകളിലായിട്ട് വെച്ചു. ക്യാൻ ഹി സേ വിച്ച് വൺ ഹാസ് മോർ സ്പേസ് ഇൻസൈഡ്? വൈ? ഇപ്പം നോക്കിക്കുക, അവൻ ആ കാർഡ് എടുത്തും ആ റെഡ് കാർഡിൻ്റെ മുകളിൽ ഗ്രീൻ കാർഡ് എടുത്ത് വെച്ചു. ഇനി അവന് പറയാൻ പറ്റുമോ ഇതിനകത്ത് ഏതിനാ കൂടുതൽ സ്പേസ് ഉള്ളതെന്ന്? പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. രണ്ടിൻ്റെയും ലെങ്ത് വൈസും ബ്രെഡ്ത്ത് വൈസും വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് ഏതിനാണ് ഏറ്റവും കൂടുതൽ സ്പേസ് ഉൾക്കൊള്ളുന്നതെന്ന് പറയാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചു എന്ന് കരുതി പറയാൻ പറ്റില്ല അല്ലേ? ഹൗ ഡു വി ഹെൽപ്പ് ഹിം? അങ്ങനെയാണെങ്കിൽ അവനെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യണമല്ലോ. ഇതിനകത്ത് ഏതിനകത്താണ് സ്പേസ് കൂടുതലുള്ളത് എന്നൊന്ന് നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. All we have to do is to see how many squares of the same size can be cut out from each. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഓരോന്നിനകത്തു നിന്നും ഒരു കാർഡ്ബോർഡ്, ഇപ്പോൾ ഗ്രീൻ കാർഡ്ബോർഡ് ഷീറ്റാണെന്ന് വെച്ചോ, ആ ഗ്രീൻ കാർഡ്ബോർഡിനകത്ത് നിന്നും ഈക്വൽ സൈസ്, അതായത് ഈക്വൽ സൈസ്, ഇപ്പം 1 സെൻറ്റിമീറ്റർ ലെങ്ത്തും 1 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും ഉള്ള, അതുപോലെ 1 സെൻറ്റിമീറ്റർ തന്നെയല്ല, അങ്ങനെ ഏതായാലും ഈക്വൽ ലെങ്ത്ത് ബ്രെഡ്ത്തുള്ള എത്ര ചെറിയ സ്ക്വയേഴ്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്ന് നോക്കണം. For that, let's measure the length and width of each cardboard and write down. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഓരോ കാർഡ്ബോർഡിൻ്റെയും ലെങ്ത് എത്ര ഉണ്ട്, ബ്രെഡ്ത്ത് എത്ര ഉണ്ടെന്ന് മെഷർ ചെയ്തിട്ട് എഴുതാം. അങ്ങനെ നമ്മൾ മെഷർ ചെയ്തപ്പോൾ ഗ്രീൻ കാർഡ്ബോർഡിൻ്റെ ലെങ്ത് 6 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 5 സെൻറ്റിമീറ്റർ എന്നും കിട്ടി. അതുപോലെ തന്നെ റെഡ് കളറിലെ കാർഡ്ബോർഡിൻ്റെ ലെങ്ത്ത് 7 സെൻറ്റിമീറ്റർ എന്നും ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ എന്നും കിട്ടി. നെക്സ്റ്റ്, ലെറ്റ്സ് സീ ഹൗ മെനി സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 1 സെൻറ്റിമീറ്റർ ക്യാൻ ബി ഡ്രോൺ വിത്തിൻ ഈച്ച്. ഇനി നമുക്ക് എത്ര സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 1 സെൻറ്റിമീറ്റർ, ഒരു സൈഡ് 1 സെൻറ്റിമീറ്റർ ഉള്ള എത്ര സ്ക്വയർ നമുക്ക് ഓരോ കാർഡ്ബോർഡിൻ്റെ ഉള്ളിലും വരയ്ക്കാൻ പറ്റും എന്ന് നോക്കാം. Here there are 6 squares in a row and 5 such rows. So 5 into 6 is equal to 30 small squares in all. നോക്കൂ, ആദ്യം നമുക്ക് ഗ്രീൻ നോക്കാം. ഗ്രീൻ്റെ ലെങ്ത്ത് 5 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അതുപോലെ ബ്രെഡ്ത്ത് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പം നമുക്ക് ഒരു റോയിൽ എത്ര സ്ക്വയേഴ്സ് വരയ്ക്കാൻ പറ്റും? 1 2 3 4 5 6 റോ, 6 സ്ക്വയേഴ്സ് ഒരു റോയിൽ വരയ്ക്കാൻ പറ്റും. അങ്ങനെ എത്ര റോ ഉണ്ട്? 5 റോസും ഉണ്ട്. അപ്പോൾ 5 into 6 is equal to 30 സ്മോൾ സ്ക്വയേഴ്സ് നമുക്ക് ഈ ഗ്രീൻ കാർഡ്ബോർഡിനുള്ളിൽ വരയ്ക്കാം അല്ലേ? ഇനി റെഡിനകത്ത് 7 സ്മോൾ സ്ക്വയേഴ്സ് ഒരു റോയിൽ വരയ്ക്കാം. അങ്ങനെ 4 റോസും വരയ്ക്കാം. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 4 into 7 is equal to 28. അപ്പോൾ അങ്ങനെ ആ റെഡ് കാർഡ്ബോർഡിനുള്ളിൽ 28 സ്മോൾ സ്ക്വയേഴ്സ് നമുക്ക് വരയ്ക്കാൻ പറ്റും. നൗ വി ക്യാൻ സേ വിച്ച് വൺ ഹാസ് മോർ സ്പേസ് ഇൻസൈഡ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഏതിനകത്താണ് കൂടുതൽ സ്പേസ് ഉള്ളതെന്ന്. ഒരേപോലെ ഇരിക്കുന്ന 1 സെൻറ്റിമീറ്റർ മാത്രം സൈഡുള്ള സ്ക്വയേഴ്സ് ഏറ്റവും കൂടുതലുള്ള ഏതിനകത്താണ്? ഗ്രീൻ കാർഡ്ബോർഡിനകത്താണ്. ഗ്രീൻ കാർഡ്ബോർഡിൽ അതിൻ്റെ 30 സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പോൾ റെഡിനകത്ത് എത്ര എണ്ണം ഉണ്ട്? റെഡിനകത്ത് 28 ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതിനകത്താണ്? കൂടുതൽ ഗ്രീനകത്താണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഗ്രീനാണ് കൂടുതൽ സ്പേസ് ഉള്ളത് എന്ന് മനസ്സിലായി അല്ലേ? Here we can say that space inside the red rectangle is equal to the total space within 28 small squares. We say that the area of square of side 1 centimeter is 1 square centimeter. നമ്മൾ ഒരു സൈഡ് 1 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയറിനെ വിളിക്കുന്ന പേരെന്താണെന്നറിയാവോ? 1 സ്ക്വയർ സെൻറ്റിമീറ്റർ. We can say that the area of red rectangle is 28 square centimeters. ഇപ്പം നമ്മൾ റെഡിനകത്ത് അതുപോലെ 28 സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ റെഡ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയാണെന്ന് പറയാം? 28 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്.
വാട്ട് അബൌട്ട് ദ ഏരിയ ഓഫ് ദ ഗ്രീൻ റെക്റ്റാങ്കിൾ? അപ്പോൾ ഗ്രീൻ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, അതിനകത്ത് 30 സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പോൾ ഗ്രീൻ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 30 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സാണ്. മനസ്സിലായല്ലോ? ഏരിയ ഫോമുല. ഇനി ഇതുപോലെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോമുല ഉണ്ട്. നമുക്കിപ്പോൾ ഓരോന്നിനകത്തും 1 സെൻറ്റിമീറ്റർ സ്ക്വയേഴ്സ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നോക്കി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ടാസ്ക് അല്ലേ? അങ്ങനെ എപ്പോഴും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്കതിനൊരു എളുപ്പമായിട്ട് ചെയ്യാനായിട്ടൊരു ഫോമുലയുണ്ട്. ആ ഫോമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെ ആൻസർ സെയിം ആയിട്ട് കിട്ടും. ഓക്കെ, സി ദ റെക്റ്റാങ്കിൾ ഡ്രോൺ ബിലോ. ഇത് താഴെ ഒരു റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത് 9 സെൻറ്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് 5 സെൻറ്റിമീറ്റർ ആണ്. ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് ഏരിയ വിത്തൗട്ട് ഡ്രോയിങ് സ്മോൾ സ്ക്വയർസ്? ഇപ്പോൾ ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തെല്ലാം നമ്മൾ കുത്തിയിരുന്ന് 1 സെൻറ്റിമീറ്റർ സ്ക്വയർ വീതമുള്ള ചെറിയ ചെറിയ സ്ക്വയർസ് വരച്ച് നോക്കാൻ പറ്റുമോ? അങ്ങനെ വരച്ച് നോക്കാതെ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം? Imagine a grid of horizontal and vertical lines 1 centimeter apart inside the rectangle. ഈ കാണുന്ന പിക്ചറിലെ പോലെ കുറച്ച് ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ടും 1 സെൻറ്റിമീറ്റർ വിഡ്ത്ത് വീതമുള്ള ചെറിയ ലൈൻസ് വരച്ചിട്ടുണ്ടെന്ന് ഒന്ന് ഇമാജിൻ ചെയ്യൂ. ഇതാണൊരു റോ അല്ലേ? ഒരു റോയിൽ എത്ര ചെറിയ സ്ക്വയേഴ്സ് വരയ്ക്കാം? 9 ചെറിയ സ്ക്വയേഴ്സ് വരയ്ക്കാം. കാരണം എൻ്റെ ലെങ്ത്തിൻ്റെ നീളം 9 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഓരോ സെൻറ്റിമീറ്റർ വീതമുള്ള 9 ചെറിയ സ്ക്വയേഴ്സ് വരയ്ക്കാൻ പറ്റും. ഇനി ഇതുപോലുള്ള എത്ര റോസ് ഉണ്ട്, അത് എത്ര ആണ് വിഡ്ത്ത് എന്നുള്ളതാണ്. 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 5 റോസ് കാണും. അപ്പോൾ ഒരെണ്ണത്തിൽ 9 സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു 5 റോസ് ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? 9 × 5 ടൈംസ് 5 × 9 ടൈംസ് എത്രയാണ്? 45. We can write this as area of the rectangle is equal to length into breadth. Very important ആണ്. ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കാൻ നമ്മൾ ഫോമുല പഠിച്ചു കഴിഞ്ഞു. എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് തന്നേക്കുന്നത് എത്രയാണോ അത് ഇൻറ്റു ബ്രെഡ്ത്ത് തന്നേക്കുന്നത് അല്ലെങ്കിൽ വിഡ്ത്ത് തന്നേക്കുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഡയറക്റ്റ്ലി കിട്ടും. നിങ്ങളും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ഇങ്ങനെ വരച്ച് വെച്ചേക്കണം. ഇത് വരച്ച് വെച്ചേക്കണം, മനസ്സിൽ പഠിച്ചു വെച്ചേക്കണം. ഇത് നിങ്ങൾക്കിനി എന്നും നിങ്ങൾ മാത്സിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന കാലത്തോളം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോമുലയാണിത്. ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇപ്പം നമ്മൾ പഠിച്ച റെക്റ്റാങ്കിളിന്, അതായത് 9 സെൻറ്റിമീറ്റർ ലെങ്ത്തും 5 സെൻറ്റിമീറ്റർ വിഡ്ത്തുമുള്ള ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചാൽ ഇനി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 9 × 5 ഇസ് ഈക്വൽ ടു 45. പെട്ടെന്ന് കിട്ടിയില്ലേ? ഇനി നമുക്കൊന്നും ആലോചിക്കേണ്ട. ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് ചോദിച്ചാൽ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്, L × B, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. Now can't you easily compute the area of a rectangle of length 20 cm and width 10 cm? ഇനി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ചൂടെ? ഒരു ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ അവർ ചോദിക്കുകയാണ്. അതിൻ്റെ ലെങ്ത് 20 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, വിഡ്ത്ത് 10 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 20 × 10 ഇസ് ഈക്വൽ ടു 200 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയയുടെ റിസൾട്ട് എപ്പോഴും പറയുമ്പം ഒരു സ്ക്വയർ വരും. അതായത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും, മീറ്റർ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ ആയിരിക്കും. അങ്ങനെ വരത്തുള്ളൂ. കാരണം 20 സെൻറ്റിമീറ്റർ ലെങ്തിൻ്റെ 20 സെൻറ്റിമീറ്റർ ഇൻറ്റു വിഡ്ത്തിൻ്റെ 10 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ എന്താണ്? സെൻറ്റിമീറ്റർ സ്ക്വയർ. സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ്? 200 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.